നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ചൈൽഡ് ലൈൻ മൈത്രി അല്ല, അതിനകത്ത് നിങ്ങളൊരു പ്രതിരോധ ആത്മഹത്യാ പ്രതിരോധ ഒരു സെല്ലുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ? അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? കാര്യം ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഘടനകൾ വർക്ക് ചെയ്യുന്നെങ്കിലും മീഡിയ വഴിയൊന്നും ആളിലേക്ക് ചെല്ലുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലും കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് ചാടി മരിച്ചു എന്ന് കേൾക്കുമ്പോഴായിരിക്കും വാർത്തയായി വരുന്നത്. ജനറലി നമ്മുടെ കൗമാരക്കാരിൽ എന്താ സംഭവിക്കുന്നത്? കൗമാരക്കാരിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ജനറലി ആത്മഹത്യകൾക്ക് കാരണം വ്യക്തിബന്ധങ്ങളിലുള്ള വിള്ളലുകളാണ്. റിലേഷൻഷിപ്പ് നൈരാശ്യം ഒരു കാരണമാണോ? അതെ, നൈരാശ്യം, സുഹൃത്തുക്കൾ നഷ്ടപ്പെടില്ല, ഏകാന്തത, സ്വാഭാവികമായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ഈ പ്രായമായവരിലെ ഇപ്പൊ പുരുഷന്മാരാണ് കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്ന കണക്കുകൾ പറയുന്നത്. ഈ പ്രായമായവരിൽ സ്ത്രീകളുണ്ട്. 10 ആത്മഹത്യകൾ നടന്നാൽ 7 ആത്മഹത്യകൾ പുരുഷന്മാരാണ്, 3 സ്ത്രീകളുള്ളൂ. പക്ഷെ അതിലുള്ള അറ്റംപ്റ്റ് സ്ത്രീകളാണ് കൂടുതൽ നടത്തുന്നത്. ഈ പറഞ്ഞ പ്രായമായ സ്ത്രീകളിലുള്ള ആത്മഹത്യകളും കൊണ്ട് ഏകാന്തത അനുഭവം. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം. അതായത് മക്കളൊക്കെ ഇവിടെ ഇല്ല, ഒന്നില്ലെങ്കിൽ വിദേശത്താണ്, അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളാണ്, അച്ഛനും അമ്മമാരും മാത്രമേ ഉള്ളൂ. അപ്പൊ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം, അവർക്ക് ഏകാന്തത അനുഭവപ്പെടുന്ന, അവരുടെ കുട്ടികൾ കൂടെയില്ല, ഗ്രാൻഡ് ചിൽഡ്രൻ ഒന്നുമില്ല. ആ സമയത്ത് അവർക്ക് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവുന്നു, ലോൺലിനെസ്. അല്ല, തങ്ങൾക്ക് ആരുമില്ല എന്നൊരു തോന്നൽ. അതെ, ഇപ്പൊ സാമൂഹിക സാഹചര്യം. അതെ, ഇപ്പൊ അൻസാർ പറഞ്ഞ അൻസാറിന് സാമ്പത്തിക ദുഃഖത്തെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഒറ്റപ്പെടലാണ്. അൻസാർ അവിടെ ചെന്നപ്പോൾ അൻസാറിന്റെ മക്കളുടെ മുഖം ഓർമ്മ വന്ന് അൻസാർ പിന്തിരിഞ്ഞു വന്നു. അൻസാർ ഇപ്പം ഗൾഫിലേക്ക് പോകാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു. അപ്പൊ മൈത്രി അതാ ചെയ്യുന്നത്. എംപതറ്റിക്, കോൺഫിഡൻഷ്യൽ, എംപതറ്റിക് ലിസണിങ്, അതാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ദിശയും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഗവൺമെന്റിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ്. അത് 24 മണിക്കൂർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങള് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ദിശയിൽ ഒത്തിരി കോൾസ് വരുന്നുണ്ടായിട്ടുണ്ട്. ഞങ്ങളൊരു മിനിമം ഒരാളുടെ അടുത്ത് ശരിക്കും ഒരാളുടെ മനസ്സിലെ വിഷമങ്ങൾ വെന്റിലേറ്റ് ചെയ്ത് തീർക്കണമെങ്കിൽ നമുക്കൊരു 40 മിനിറ്റ് 45 മിനിറ്റ് അവരോട് സംസാരിക്കേണ്ടി വരും. അപ്പൊ ഞങ്ങൾ ട്രെയിൻഡ് കൗൺസിലേഴ്സ് ആണോ നിങ്ങളുള്ളത്? ഞങ്ങൾ കൗൺസിലിംഗ് അല്ല, ഞങ്ങൾ അതിന് പറയുന്നത് ബിഫ്രണ്ടിംഗ് എന്നാണ്. എല്ലാം കൗൺസിലിങ്ങിന്റെ ഒരു പടി കുറവായിട്ടുള്ള കാര്യം. കൗൺസിലറിനുള്ള അത്ര അധികാരങ്ങൾ ഞങ്ങൾക്കില്ല. ഞങ്ങളിൽ ഒരു ഇമോഷണൽ ഫസ്റ്റ് എയ്ഡ് ആണ് മൈത്രി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. ഇമോഷണൽ ഫസ്റ്റ്. അതെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.